സൈജു ചേട്ടൻ ജീവിക്കുകയല്ലേ, അഭിനയിക്കുകയില്ല. പൊളി. ഫൈറ്റും ഉണ്ട്, മുഴുവൻ കോമഡിയാണ്. സാറിനെപ്പോൾ തന്നെ ഡയറക്ടർ സാർ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കണം. അത് തന്നെ ഈ പടവും ചിരി തന്നെ, തുടങ്ങും മുതലുള്ള ചിരി, പടം തീരുന്ന വരെയുണ്ട്. പടം പൊളി. അഭിനയിച്ചു. ഞാനിതിനകത്ത് മാവോയിസ്റ്റായിട്ട് ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബോറടിപ്പിക്കാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. സൈജുവായിട്ടൊക്കെ ആയിട്ടുള്ള കോമ്പോ ഭയങ്കരമായിട്ട് വർക്കായിട്ട് കൈയടികളും കാര്യങ്ങളൊക്കെ വരട്ടെ. സൈജുവായിട്ട് ഞങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇതായിരിക്കും ഏറ്റവും അധികം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി പ്രേക്ഷകരാണ് സിനിമ കാണുന്നത്. കൺവിൻസ്ഡായോ? ഞാൻ എന്നും കൺവിൻസ്ഡാണ്. കൺവിൻസിബിളേ കൺവിൻസ്ഡാണ്. കൺവിൻസിങ് സ്റ്റാർ എന്നുള്ളൊരു പേരിപ്പോൾ പതുക്കെ മാറി തന്നിട്ടുണ്ട്. അല്ലെ ഒരു കോമഡി പടം അടിച്ചോടെ എല്ലാവരും ചാനലിലുള്ളൊരു ഇമേജ് ഭയങ്കര വരുന്നുണ്ട്. കുറേ കഥകൾ വരുന്നുണ്ട്. നമ്മളിങ്ങനെ പരമാവധമായിട്ട് ഇങ്ങനെ കോമഡി കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ക്യാരക്ടറാണ്. ഇനി അടുത്ത് വരാൻ പോകുന്നത് കോമഡിയാണ്. സത്യം പറഞ്ഞാൽ ട്രോള് ഭയങ്കരമായിട്ട് ചേട്ടനെ ഭയങ്കര അനുകൂലിച്ചില്ലേ? ഒരുപാട് വേഷങ്ങളും പിന്നെ ഒരുപാട് ശ്രദ്ധയായിട്ടില്ലേ? പൊതുവേ എങ്ങനെയാണത്, അത് നമ്മൾ നേരത്തെ ചെയ്തു തന്ന കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഞാനെന്തോ ഒരു ഭീകര ജീവിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ റിയൽ ലൈഫ് ഇത് തന്നെയാണ്. പഞ്ചമാവാണല്ലേ? ഞാനിത് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ എന്താ പറയുക, സൈജു ഗ്രൂപ്പ് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരും അടിപൊളിയായിട്ട്. പ്രേക്ഷകരുടെ കണ്ടപ്പോൾ തോന്നി ഇപ്പം സിനിമ അടിപൊളിയായിട്ട് തോന്നി. ആക്ച്വലി എല്ലാവരും പോയി കാണണം കേട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ പിന്നെ പുതിയൊരു രീതിയിലുള്ളൊരു നമ്മുടെ ഡയറക്ടറിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ്. ഇനി ഇതേപോലെ പുതിയ സിനിമ ഉണ്ടാവും. ഈ ഫ്ലാസ്ക് എന്ന പേര് സിനിമയുടെ എത്രത്തോളം കണക്റ്റഡ് ആണ്? ആക്ച്വലി ഇത് റിയൽ ലൈഫ് കണക്റ്റഡ് ആയിട്ടുള്ളതല്ലേ. ഈ ഫ്ലാസ്ക് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്, നമുക്ക് നോർമൽ പീപ്പിളിന് അറിയാത്തതുകൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇതേപോലെ ഫ്ലാസ്കുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾ ആലോചിക്കും. ആക്ച്വലി റിയൽ ലൈഫിൽ ഓരോരോ കഥാപാത്രങ്ങളായിട്ട് കണക്ട് ചെയ്ത് സിനിമകൾ എടുക്കുമ്പോൾ അതിൻ്റെ റിയാലിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. സിനിമയ്ക്ക് എപ്പോഴും ഇങ്ങനെയുള്ള പുതിയ 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 ഓരോരോ ക്യാരക്ടേഴ്സിനെ തേടിയെടുത്ത് സിനിമയാക്കുമ്പോഴാണല്ലോ അത് അടിപൊളിയാകുന്നത്. ആക്ച്വലി ഇത് നല്ലൊരു കൺസെപ്റ്റാണ്. ഞാൻ പോലും ഇപ്പോഴാണ് അറിയുന്നത് ഫ്ലാസ്ക് ഇങ്ങനൊരു ഇതുണ്ടെന്ന് പോലും. ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാണ്. സൈജോട്ടിന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷുകാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും അടിപൊളിയാണ്. നല്ലൊരു കാണുന്ന മൂവിയാണ്. ഫാമിലി ആയിട്ട് അതെ അതെ, ഫാമിലി മൂവി തന്നെയാണ്. ചിന്തിക്കാനുണ്ട്. അത് ഞാനിതൊരു ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അത് എന്നാൽ കഴിയുന്ന വിധം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സൈജു നന്നായി ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റിനേക്കാളുമൊക്കെ ഇതിൻ്റെ സബ്ജക്റ്റ് അങ്ങനെ ഇതിൻ്റെ ഒരു കഥാ പശ്ചാത്തലമൊന്നും അധികം ആരും പറയാത്ത ഒരു പശ്ചാത്തലമാണ്. അപ്പം അതിന് വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ സംവിധായകൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് നല്ല റിസൾട്ട് കിട്ടും എന്ന് വിചാരിക്കുന്നു. സംവിധായകനോട് ചോദ്യം ചോദിച്ചോട്ടെ. മലയാള സിനിമയിൽ കൺവിൻസിങ് സ്റ്റാർ എന്നാണ് സുരേഷ് ഏട്ടനെ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത്. സുരേഷ് ഏട്ടനെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? സുരേഷ് കൺവിൻസ് ഇച്ചിരി എളുപ്പമാണ്. പുള്ളി വിചാരിക്കുന്നത്ര പാടില്ല. സുരേഷിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചത് സുരേഷനാണ്. ഇൻഫാക്ട് സുരേഷിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നൊരു പടമാണ് അത്. പിന്നെ ഞങ്ങൾ തന്നെ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് ചെയ്യുവാണ് ചെയ്തത്. ആ റോള് ആദ്യം ചെയ്യാനായിട്ട് സുരേഷിൻ്റെ ഇതുവരെ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. സുരേഷേട്ടാ, ഇപ്പോൾ ഇങ്ങനൊരു പേര് വന്നപ്പോൾ സുരേഷേട്ട കണ്ടല്ലോ, ഇങ്ങനത്തെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ. സുരേഷേട്ടൻ എന്താ ഫീൽ ചെയ്ത ആ സമയത്ത്? നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ചെയ്യാത്ത കാര്യമല്ല. നല്ല പടം, ഞാനിതൊരു ഭാഗമാണ്. അപ്പോൾ ബാക്കി കണ്ടവർ പറയും എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ പടം വന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി നാട്ടുകാർ കാണട്ടെ, നാട്ടുകാർ കണ്ട അഭിപ്രായം പറയട്ടെ. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പോകുമ്പോൾ നല്ല രീതിയിൽ ചിരിപ്പിച്ചു, ഒരുപാട് ചിന്തിപ്പിച്ചു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഇത് പക്ഷെ കൂടുതലും കണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ഫാമിലീസും കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്കും കൂടെ വന്നു തുടങ്ങി. അത് അറിയുമ്പോഴേ പൂർണ്ണമായിട്ട് അറിയത്തുള്ളൂ. എല്ലാവരും വന്നതിന് ഒരുപാട് താങ്ക് യു. ഞങ്ങൾക്കൊരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും ഏഷ്യാവിലെ എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ആദ്യത്തെ സിനിമയാണ്. ഞങ്ങളുടെ നേരത്തെയുള്ള ക്യാമറ പേഴ്സൺ ജയകൃഷ്ണൻ ത്രൂവാണ് ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. രാഹുൽ സാറിൻ്റെ സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യാതെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുക. താങ്ക് യു. നിങ്ങൾക്കൊക്കെ സിനിമ ഇഷ്ടമായോ?
നിങ്ങൾ കണ്ടായിരുന്നോ? കാണണം, അഭിപ്രായം രേഖപ്പെടുത്തണം. താങ്ക് യു. ഒരു യാഥാർത്ഥ്യ ജീവിതം, പിന്നെ ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സുരേഷ് കൃഷ്ണ ചേട്ടൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, പിന്നെ സൈജു ചേട്ടൻ്റെ കോമഡി കം ആയിട്ടുള്ളൊരു നോർമൽ പേഴ്സൺ, എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുള്ള എൻ്റർടൈനിങ് മൂവിയാണ്. ആക്ച്വലി എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം, അത്രയ്ക്ക് നമുക്ക് ചിരിക്കാനുണ്ട്. എന്തോ അതെ ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് ആക്ച്വലി. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് വരുന്ന കാണാൻ പറ്റുന്നതാണ്. അടിപൊളിയായിട്ട് പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. നമുക്ക് ഒരു എന്താ പറയുക, എല്ലാ രീതിയിലും ഒരു മിക്സപ്പാണ്. പാട്ടും പഴയ നമ്മുടെ നല്ല അടിപൊളി സോങ്ങൊക്കെ വീണ്ടും റിക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇനിഷ്യൽ തൊട്ട് എൻഡ് വരെ ഒരു 2-2.5 മണിക്കൂർ നമുക്ക് അടിപൊളിയായിട്ട് പോകും. അടിപൊളിയാണ്. നമ്മുടെ പൈനയിലുണ്ടല്ലോ, അതായത് നല്ല യുറേക്കയുടെ ഒരു ഫസ്റ്റ് എൻട്രി ആയിരുന്നല്ലോ സിനിമയിലേക്കുള്ള. സ്റ്റെപ്പാണ് നമ്മുടെ ഇനി അങ്ങോട്ടേക്ക് ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. സിനിമ ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു. ലാസ്റ്റിലേക്കുള്ള എൻഡിങ് ഒരു റൈറ്റ് നല്ലൊരു ഹൈ എൻഡായിരുന്നു. സൈജു ചേട്ടൻ സുരേഷ് ചേട്ടൻ ആ ഒരു കോമഡിയൊക്കെ നല്ല അതിൽ അഭിനയിച്ചിട്ടുണ്ടോ? റോൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ, കാണാൻ പറ്റില്ല. ഞങ്ങൾ മറ്റേ പടത്തിന് കയറിയുണ്ട്, ഇത് കാണാൻ പറ്റില്ല. ഈ പടത്തിന് കൂടെ കയറും. എന്താണ് അഭിപ്രായം കണ്ടിട്ട്? എനിക്ക് നല്ല അഭിപ്രായം. അതല്ലേ നമ്മുടെ കൂടെ അല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല അഭിപ്രായം. ഭയങ്കര എൻജോയ് ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. സൈചേട്ടനെയും സുരേഷ് കൃഷ്ണയുടെയും കോമ്പിനേഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. പുതിയ സിനിമകളൊക്കെ പുതിയ സിനിമ ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. ഇതാണ് പുതിയ സിനിമ. ഇതാണ് തിയേറ്ററിൽ കണ്ടിട്ട് നമുക്ക് അടുത്ത സിനിമ. ഇത് ഷോസൊക്കെ വരുന്നുണ്ടോ? എന്തോ ഇല്ല, ഷോസ് ഒന്നും അല്ല ചെയ്യുന്നത്. ഇതിന് മിസ് ചെയ്യുന്നുണ്ടോ? എന്തോ ഷോയിൽ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഇതിനു മുമ്പ് ഞാനേതോ ഷോ ചെയ്തിരുന്നേ, അതറിയാൻ പാടില്ല. ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സിൽ ചെയ്തു ഷോ. സുരാജേട്ടനോട് കുറേ വർഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ പല ഷോ ചെയ്തു. അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ നന്നായി കാണിച്ചിട്ടുണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണയുടെ പെർഫോമൻസ് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട്. സുരേഷിൻ്റെ ചെയ്യാത്തൊരു വേഷമാണ്, ഭയങ്കര ഡിഫറെൻ്റായി തോന്നി. നന്നായി ചെയ്തു. എല്ലാവരും നന്നായി വരും. സൈജു അശ്വിനി, സിദ്ധാർത്ഥ് ഭരതൻ, എല്ലാവരും നല്ല പെർഫോമൻസ് ഉണ്ട്. സിദ്ധാർത്ഥ് ഭരതനൊക്കെ വളരെ നന്നായി ആ ഒരു ആക്ഷൻ സീനൊക്കെ നന്നായി ചെയ്തു. ആ ഒരു നന്നായി തോന്നി. നല്ല സിനിമ. ഞങ്ങളെല്ലാവരും വന്നിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. ഏഷ്യാവിൻ മലയാളത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. ക്യാമറമാനാണ്. അതെ, ഏഷ്യാവിൻ്റെ ഫോമർ ക്യാമറമാനാണ് DOP ജയകൃഷ്ണൻ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ മീഡിയ ചാനൽ സപ്പോർട്ട് ചെയ്യണ പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഏഷ്യാവിൻ മലയാളത്തിൻ്റെ കുട്ടികളെ പോലെ ഞങ്ങളുടെ ഫ്ലാസ്കിൻ്റെയും ഞങ്ങളുടെ ഭയങ്കര മൂവിയാണ് പലരുടെ. അത്രയും. താങ്ക് യു സോ മച്ച്.